ഭഗവതിയുടെ ചൈതന്യത്തെ ശരീരത്തിലേക്ക് ആവേശിക്കപ്പെടുന്ന ഒരു ഉപാധി മാത്രമാണ്. ആ സമയത്ത് മനസ്സിൽ ഒന്ന് മാത്രമേ ഉണ്ടാവൂ. ഏത് ദേവതയാണോ കെട്ടിയാടുന്നത് അത് മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റൊരു ചിന്തയിലേക്ക് പോയാൽ നമ്മൾ ഇതിനോട് കാണിക്കുന്ന നീതികേടായിപ്പോൾ. ശ്മശാനം എന്ന് പറയുമ്പോൾ എല്ലാവരും പോവാൻ ഭയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ആ ഒരു ശ്മശാന ഭൂമികയിൽ തെയ്യമായി മാറുമ്പോഴും ദൈവമായി മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി എങ്ങനെയാണ്? ആ പുണ്യഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതോടെ തന്നെ നമ്മളുടെ ഉള്ളിൽ ഒരിക്കലും അതൊരു ശ്മശാനമായി കാണാൻ കഴിയും. ഈ അനുഭവ സാക്ഷാത്കാരത്തിന്റെ ഭാഗമായിട്ടാണ് കളിയാട്ടങ്ങൾ. അരുളപ്പാട് നൽകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു മാനസിക അവസ്ഥ, ദൈവം അവരുടെ പ്രയാസങ്ങൾ അവരോട് പറയുകയും അതിന് പരിഹാരം നിർദ്ദേശിക്കുകയും വരുന്ന വർഷം നിറഞ്ഞ മനസ്സോടെ പൂർണ്ണ സംതൃപ്തിയോടെ ആ ഭഗവതിയുടെ മുന്നിൽ വന്ന് നിന്ന് ഭഗവതിയുടെ കൈപിടിക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് ശരിയായ രീതിയിൽ ഭഗവതിയുടെ മിത്ത് മനസ്സിലാവും. അന്ന് എന്റെ വേലയോളത്ത് ചക്കിയമ്മയുടെ മുടിഞ്ഞാറ്റകത്ത് ജനിച്ചു വെച്ചിരിക്കുന്നതായിരിക്കുന്ന മുക്കുറ്റി കള്ളും മുന്നായ രാക്കും ഞാൻ മനസ്സ് വന്നു ഒരേ